തിരുതാണി കൂടെ കെട്ടിക്കഴിഞ്ഞാൽ. ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോഴേ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കയറും മോറയൊക്കെ മേടിച്ചിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് വരാൻ താമസിച്ച് കഴിഞ്ഞാൽ പശുവിനെ അഴിക്കാൻ ബുദ്ധിമുട്ട്, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വലിച്ചുകൊണ്ട് ഓടുന്നു. അതായത് മോറയൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമ്മുടെ കിങ്ങിണിക്കാരും നന്ദിനിക്കാരും മോറയില്ല, അതുകൊണ്ട് തന്നെ വലിച്ചുകൊണ്ട് ഓടുന്നുള്ള എക്സ്ക്യൂസ് വെച്ചിട്ട് അച്ഛനും അമ്മയും ഇതിനെ അഴിക്കുന്നില്ല. ചില സമയത്ത് ക്യാമറാമാൻ സച്ചുവിൻ്റെ അടുത്ത് വരുമ്പോൾ സച്ചു ഡയലോഗ് ഉണ്ട്, അയ്യോ അതെന്നെ ഇരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു പ്രശ്നം വേണ്ട, എല്ലാവർക്കും നല്ല അടിപൊളി കയറ്. അവൾക്ക് ഇതുവരെയും കയർ അങ്ങനെ ഇട്ടിട്ടില്ലല്ലോ കുട്ടിക്ക്, അപ്പം അവൾക്ക് പറ്റിയുള്ള മോറ ചുവപ്പാണ് നോക്കിയത്, കിട്ടിയില്ല. പിന്നെ നമ്മുടെ നന്ദിനി കുട്ടിയുടെ തലയിൽ കെട്ടാൻ വേണ്ടിയിട്ടൊരു ശംഖുണ്ട് കേട്ടോ, രസം. അപ്പോൾ നമുക്കിതെല്ലാം അവർക്കൊന്ന് അണിഞ്ഞ് അവളുമാരെ ചുന്തൊരു കുട്ടികളാക്കണം. ബാ. അപ്പോഴേ നമ്മൾ ഈ ഒരു തെങ്ങാണ് നമ്മൾ ടാർഗറ്റ്, ഇവിടെ വെച്ച് വേണം എല്ലാം സെറ്റാക്കാം. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ നന്ദിനി കുട്ടിയെ നമുക്ക് ഈ ആഭരണങ്ങളൊക്കെ അണിയിക്കാം. ചെയ്യേണ്ടത് തമാശയല്ല കേട്ടോ, നമ്മളീ പറയുന്നെങ്കിലും അത് പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അത് അവർക്കൊക്കെ കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഏതൊരു പശുവായാലും പോത്തായാലും സാധാരണ മൂക്കേറ് കുത്തേണ്ട കേസാണ്, നമ്മൾ മൂക്കേറൊന്നും കുത്തുന്നില്ല. ഇതെങ്കിലും ഒന്ന് ഇട്ട് അവരുടെ ആ ഒരു ശക്തിയെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റും. ഇത് ഇടുന്ന ഇഷ്ടംപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇന്നും ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നു. കാരണം നിങ്ങൾ 2-3 ദിവസം വീഡിയോ ഒക്കെ ഇല്ലായിരുന്ന അവർ വല്ലാതില്ലേ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ചെയ്യുന്നില്ല എങ്കിലും ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് മാത്രം, വല്ല മനസ്സിലായത് ഇല്ലല്ലോ, അതാണ്. അപ്പോൾ ഞാൻ പോയി അവളെ അയച്ചുകൊണ്ട് തരും. അത് നിൻ്റെ മൂക്കേറ, മൂക്കേറല്ല, അത് മോറക്കയറ. എന്നാൽ ചെട്ടി തരാം. ഇങ്ങോട്ട് അടിപ്പിച്ചിട്ടില്ല, ഭയങ്കര ശക്തിയുണ്ട്. ഈ ഒരു അഹങ്കാരമാണ് നമുക്ക് ഇവിടെ പിടിക്കാൻ കിട്ടാത്തത്. അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഓക്കെ, അമ്മയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കാരണം കൊണ്ട് ഉള്ള അഹങ്കാരത്തെ കുറച്ച് നമുക്കൊന്ന് തെറ്റാം. അച്ഛന് പിടിക്കല്ലേ, ഇങ്ങോട്ട് കയറിക്കടി, ഇങ്ങാട്ട് നിൽക്കടി പെണ്ണെ. ഇത് വൈറ്റ് തന്നെയാണ്, 2 മാസം പ്രഗ്നൻ്റാണ്. ഇതുകൊണ്ട് കിടന്ന് ഓടരുത് കേട്ടോ. ഓടുക ഇനി, ഓടി കൊമ്പോണ്ട പേടിയാവില്ലേ. നമുക്ക് ആദ്യം മോറയാൻ കെട്ടാം. വടാ സെറ്റ് അടുത്തോട്ടോ, മോറയെ കെട്ടുന്ന കണ്ടു. മോറ തന്നെ വരുന്നുണ്ട് അവിടെ മോറിടാൻ വേണ്ടിയിട്ട്. ഒരു വരി വാരി പെണ്ണി. അയ്യോ അപ്പടി വേണം. അതാ ലൂസ് വേണം, ലൂസ് പെണ്ണി ലൂസ്. നോട്ട് ബസ് വേണം പിടിക്കായിരുന്നു, നോക്കട്ടെ. അളവൊക്കെ നമ്മൾ കറക്റ്റായിരുന്നു. അളവിൻ്റെ കാര്യത്തിൽ ഒരു എസ് കൂസുമില്ല അല്ലേ. നോട്ട് ലൂസ് ഉണ്ടെങ്കിൽ പിടിച്ച മൂക്കിൻ്റെ അടുത്തൊന്ന് വീഴ്ത്തും. ഓക്കെ, ഞാനത് കെട്ടിയിട്ട് വരാം. ഇതെല്ലാവരും സെറ്റപ്പൊന്നുമില്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് കെട്ടിയിട്ടാൽ മതി, ആർക്കും കെട്ടാമെന്നില്ല. ഇന്ന് കെട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് അറിയാം. കുടിച്ച് ഒറ്റ ഓട്ടാ, ഇങ്ങനെ സൈലൻ്റായിട്ട് നിൽക്കും, ഇങ്ങനെ പോകും. അപ്പം വീഡിയോ എടുക്കാൻ ഞങ്ങൾ കാണണ്ടായിരുന്നു, അഹങ്കാരം കാണിച്ചായിരുന്നു. പിന്നെ അടിക്കാൻ പറ്റത്തില്ല, അടിച്ചാൽ പിന്നെ ഒരു കാരണവശാലും ഇവിടെ നിൽക്കൂല. കഴിഞ്ഞ് ചാടയാടേ, എന്തിന് ചാടയാടേ മണി. തലയെ കെട്ടുന്ന എന്ത്? ഞാൻ കൂടാണ്ടേ തലയെ കെട്ടുന്ന ഒരു ശംഖ്. ഇത് ഇങ്ങനാണോ ഇങ്ങനെ ഇടുന്നില്ലയോ? യെസ്, ഇങ്ങനെ. ഇതൊക്കെ പണ്ടത്തെ കാളന്മാർക്കൊക്കെ കെട്ടുന്നതാണ്, പശുക്കൊക്കെ കെട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ ആരും കെട്ടുന്നേ കാണുന്നില്ല. അടയില്ലേ നമ്മളെ നിക്കടി പിന്നെ ഇങ്ങനെ ഇങ്ങനെ. ഇത് എവിടെയെങ്കിലും കൊണ്ടിട്ട് ഇടിക്കാൻ കാണണം കേട്ടോ. അവിടെ പിന്നെ അടുത്ത ദിവസം രക്ഷയില്ല, കാണാൻ കണ്ടോ സുന്ദരി ആയതുകൊണ്ട് പെണ്ണ് വേറെ ലെവലായി കേട്ടോ, സുന്ദരിയായി കേട്ടോ. ഈ ബ്യൂട്ടീഷ്യനൊക്കെ ചെയ്തിട്ട് അവിടെ പോകും. അവർക്ക് അവൾ ജന്മനാ സൗന്ദര്യമുള്ളവളാ, ബ്യൂട്ടീഷ്യൻ ചെയ്യേണ്ട കാര്യം അവർക്കില്ല, അറിയോ? അവരുടെ കുടുംബം സമേതം അവരെ കാണാൻ കൊള്ളാമെന്നൊക്കെ ബ്യൂട്ടീഷ്യൻ ചെയ്യേണ്ട കാര്യമൊന്നും എൻ്റെ എനിക്കില്ല. വൃത്തിയാണെന്ന് കെട്ടിക്കൊടുക്കുമ്പോഴേ സെറ്റാണ്. എനിക്ക് പേടിയെന്ന് അറിയാം, ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇടിക്കാൻ ചിപ്പിക്കുമെന്നുള്ളതാണ്. ഇടിപ്പിക്കല്ലേ കേട്ടോ, ഇത് നല്ല രസമാണ് നിൻ്റെ തലേ കിടക്കുന്നതാണ്. പെണ്ണുങ്ങളായിക്കഴിഞ്ഞാലേ ഇതുപോലെ വല്ല
നെറ്റി ചുട്ടിയോ ഒക്കെ ഇടുന്നതേ കാളന്മാർക്ക് ഒരു പ്രണയമൊക്കെ തോന്നിക്കും കേട്ടോ. നോട്ട് തലയെടുത്ത് ഇപ്പുറത്തോട്ട് ഇട്ട് നോക്കട്ടെ, ഞങ്ങൾ നോക്കട്ടെ. എന്ത് രസമായിരുന്നു നോക്കി, സുന്ദരിയായല്ലേ. ഇത് നമ്മൾ കിങ്ങിണിക്ക് വേണ്ടി മേടിച്ച കയറാണ്. അപ്പോൾ അവൾക്കൊരു തിരുതാണി സെറ്റ് ചെയ്യണം. ആദ്യം ആണി അങ്ങ് ഇട്ടേക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിലേ പിന്നെ ഇങ്ങനെ ഒരു ഉണ്ട ഇട്ടിട്ട് ഇതിനെ അടിക്കാൻ പറ്റാം. ഉണ്ട ഇട്ടിട്ടേ നമുക്കിങ്ങനെ കെട്ടാൻ വലിയ പാടാണ്. അതുകൊണ്ട് നേരത്തെ ഒരു തിരുതാണി അങ്ങ് താഴെ ഇട്ടേക്കണം. ഇതൊന്ന് കെട്ടണം. ഇതാണ്ട് ഈ തലപ്പില്ലേ ഇതൊന്ന് ഉരുക്കി അടുപ്പിക്കണം. ഇപ്പോഴാരും പ്ലാസ്റ്റിക് കയറൊന്ന് ഉരുക്കിയൊക്കെ നല്ലതെന്നുണ്ടെങ്കിൽ ഇത് പിഞ്ചിപ്പോവും. ഉരുക്കുമ്പോൾ ചിലപ്പം ഇച്ചിരി ഉരുകി കൈ വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ വേണം ഉരുക്കാൻ. എനിക്കിങ്ങനെ വല്ലപ്പോഴും കിട്ടുന്നതായതുകൊണ്ട് ശീലമാണേ. സൈഡൊക്കെ ഒന്ന് അത് പോയി. ഇതൊരു നോക്കിക്കൊണ്ടിരിക്കുന്നു, നോട്ടം കൊണ്ടിരിക്കും. ഭയങ്കര ചൂടാണ്. ഒട്ടിച്ച് വെച്ചല്ല കേട്ടോ, തിരുതാണി അങ്ങ് തിരുതാണി ഇടാനുള്ള അളവ് ഇത് മതി കേട്ടോ. അപ്പം നമ്മളാണ്ട് ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് കെട്ടി അതിൻ്റെ ഒരു അളവ് പോലെ ചുമ്മാ ഒരു ഏകദേശ കണക്കനുസരിച്ച് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട്, ഏകദേശം കണക്ക് നടക്കുമ്പോൾ എനിക്ക് കണക്ക് കിട്ടില്ലേ. ഇത് ഇങ്ങനെ ഒരു കെട്ട് വരും. ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കെട്ട് വരും. അപ്പം നമുക്ക് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഇത്രയും വേണ്ട, ഇത്രയും മതി. ഇത്രയും കുഴി പോലെ ഇത്രയും പോലെ വെച്ചു. അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ കട്ടർ നിനക്ക് വല്ല അറിയണം, ഇങ്ങനെ ഇരുന്നാൽ മതിയല്ലേ. കണ്ട, അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇവൻ്റെ തുമ്പും കൂടെ ഒന്ന് ഉരുക്കിയെടുക്കണം. അയ്യോ, എൻ്റെ ലൈറ്റ് കാണുന്നില്ലേ ഈശ്വരു. അയ്യോ, കാറ്റേ നീ വീശരുതിപ്പോൾ. ഓ, എൻ്റെ കയ്യും പൊള്ളതായി കുഴപ്പം. നിനക്ക് വരുന്നുണ്ട്, നീ സമ്മാനപ്പെടും. നീ അവിടെ നോക്കിക്കൊണ്ടിരിക്കേണ്ട, നിനക്ക് നമ്മൾ തരുന്നുണ്ട്, വയറ് നിറച്ച് തരുന്നുണ്ട്. അവള് വളർന്നു വരുന്നതിനെ അഹങ്കാരി. അത് ഞാൻ അച്ഛനെ പിടിച്ചോണ്ട് അച്ഛൻ പറഞ്ഞു താഴെ വൈദ്യുതി കയറിക്കൊണ്ടു പോകും. ഇരുതാനേക്ക് അങ്ങോട്ട് കയറ്റിട്ടെടി പിന്നെ. ഓക്കെ കൊള്ളാട്ടോ, അടിപൊളിയായിട്ടുണ്ട്. ബ്യൂട്ടീഷ്യൻ ചെയ്തതിലും നീ കൊള്ളാം. അതുകൊണ്ട് ഈ ഒരു ഉണ്ട കിട്ടേണ്ട ആവശ്യമുണ്ടോ? ഇങ്ങനെ അങ്ങോട്ട് നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് കയറ്റിട്ട് ഞാൻ കണ്ട നമ്മൾ തിരുതാൻ ഇതും സെറ്റപ്പ് ഒക്കെ. ഇതൊന്നും ഇപ്പം പുതിയ കയറാണ്, ഒന്ന് സെറ്റായി വരണം, കൊഞ്ചം ടൈം എടുക്കും. ഓക്കെ, എങ്ങനെയുണ്ട്? ഓ, സുന്ദരിയല്ലേ. എന്നിട്ട് വേണ്ട ഈ കയറാൻ കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ പശു അതിൻ്റെ പാട് നോക്കിയാൽ കൂടിപ്പോ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് മുമ്പ് നമ്മൾ ആ കെട്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ നേരത്തെ കെട്ടുകയറില്ലേ, കെട്ടുകയർ വേണ്ട ഇങ്ങനെ ഒന്ന് കെട്ടിയേക്കണം. അല്ലെങ്കിൽ അത് കട്ട് ചെയ്യുമ്പോഴേ അളവും കൊണ്ടങ്ങ് ഓടിക്കും. ഇതിങ്ങനെ ഒരു കയറ് വെച്ച് മരത്തേൽ ഇങ്ങനെ ഒരു കെട്ടങ്ങോട്ട് കെട്ടിയേക്കണം. കെട്ടിയതിന് ശേഷം അവിടെ ഈ കയറ് ബലം കാണും, മറ്റേ കയറിൽ ബലം കാണത്തില്ല. അങ്ങനെയുള്ള സമയത്ത് അറക്കാനൊന്നും ഇല്ല മോളെ. ഉണ്ട് ഇനി അഥവാ ആ കയറ് ഇളവി പശു ഓടിപ്പോവാണെന്നുണ്ടെങ്കിൽ ജന്മത്ത് കയറി പിടിക്കാൻ കിട്ടത്തില്ല. നമ്മൾ ഈ തിരുതാണി എങ്ങനെയും അഴിച്ചെടുക്കാൻ നോക്കണം. ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, കട്ട്. കാരണം ഈ പശു ശരിക്കും കിടന്ന് പിടിച്ച് ടൈറ്റായി വെച്ചൊരു സംഭവമാണ്. വീണ്ടും നമ്മൾ അതിനെ ഉരുക്കി സെറ്റാക്കണം. കണ്ട, ഞങ്ങൾ ഉരുക്കിയിട്ടൊക്കെ വരാം. ഭയങ്കര കാറ്റ് ഇങ്ങനെയൊക്കെ മുണ്ടില് വീഴും. പറഞ്ഞില്ലായിരുന്നു ഈ വീണ.
അടി 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 നാക്ക് തൊഴിടുന്നത് ഇതിന് നാക്ക് നോക്കട്ടെ പേടിച്ചിട്ടോ കേട്ടോ ഒന്നും ചെയ്യരുത് അവിടെ നിന്നാൽ മതി അയാൾ പിടിച്ചോണ്ട് ഒറ്റ ഓട്ടം ഓടുന്നു ഈ ഒരു ഉണ്ടയുടെ കെട്ടിക്കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം കഴിഞ്ഞു എത്ര ഉണ്ട് എടീ ഇപ്പം അങ്ങനെയുണ്ട് സെറ്റായില്ലേ ഞാനങ്ങോട്ട് എനിക്ക് പഴയ കയറാ എല്ലാം ഒന്നും കൂടെ ഒന്ന് പിടിച്ചു നോക്ക് ടൈറ്റ് ആണോ നമ്മളെ കെട്ടൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല നമുക്ക് ഇവനെ കഴിച്ചു വിട്ടാൽ മതി ഇല്ല നമ്മളെ കെട്ട് തെറ്റത്തൊന്നുമില്ല ഇല്ലടി പെണ്ണേ അയ്യപ്പ കണ്ട പ്രശ്നം കഴിഞ്ഞു കണ്ട എനിക്കറിയാത് ഇതിൽ അപ്പുന്നടക്കണ്ട നിന്നിങ്ങ് വരും ഇപ്പം ഇനി വലിയ ടൈറ്റ് ഒന്നും കുഴപ്പമില്ല ഇത് കാര്യം ഹാപ്പിയാണ് അങ്ങനെയുണ്ട് ഇന്നുകൊണ്ട് നോക്കണം അങ്ങനെ ഓടാൻ നോക്കിയാൽ നമുക്കാണെങ്കിൽ നൈസാക്കി നിർത്താൻ പറ്റും ഓൾറെഡി ഇവ കൊണ്ടായിരുന്നു അതങ്ങ് പൊട്ടിപ്പോയി പിന്നെ വലിയ ശല്യമല്ലോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇട്ടില്ല ആ ഇവിടെ നിന്ന് കുർത്തക്കേടെ ഇനി ആദ്യമായിട്ട് ഇതൊക്കെ മെടമൊക്കെ ഹാപ്പിയായിട്ട് ജീവിച്ച് നടക്കുന്ന പെണ്ണാണ് ഇത്രയും മഴ കാണിക്കുക നീ ഇപ്പോൾ അവിടെ തിന്നണം എനിക്ക് ലവളെ കൂടെ മൂക്ക് മോറക്കാരുണ്ട് നമുക്ക് എൻ്റെ മോള് ഇവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് അവിടെ നിന്നങ്ങോട്ട് തിന്നു ഗുരുത്തൊക്കെ പുള്ളിക്കാരിയാണെങ്കിലേ ഭയങ്കര സങ്കടത്തിലാണ് വേറെ ഒന്നുമല്ല പാല് കുടിക്കണം കുടിച്ചോ കൊടുക്കടി അങ്ങോട്ട് പാല് പാല് കുടിച്ചിട്ട് പിന്നെ തരാൻ വലിയ പാൽ കൊമ്പ് കളിക്കും ഇതുണ്ടോ ഇങ്ങനത്തെ ഉണ്ടോ എൻ്റെ കൊച്ചിന് കൊമ്പ് കളിക്കുന്നുണ്ടോ എന്താ കൊമ്പ് കളിക്കുന്നുണ്ടോ കണ്ടിട്ടുണ്ടോ കൊമ്പ് കളിക്കുന്നേ അതിൻ്റെ അഹങ്കാരം ഉണ്ട് ഇടയ്ക്ക് വന്ന് ബാക്കി ഒരൊറ്റടി തീയരി പുളിസി ഇടയ്ക്ക് നമുക്ക് മോറ ഇടണ്ടേ നേരെ അങ്ങോട്ട് വെക്ക് നേരെ അങ്ങോട്ട് വെക്ക് അങ്ങനെ അങ്ങോട്ട് അങ്ങനെ അമ്പട്ടൻ ഇത് നിൻ്റെ അമ്മയുടെ കഴിഞ്ഞ തിരിഞ്ഞാനിയാണ് കണ്ട ഇനി വലിച്ചോണ്ട് ഓടുവോ വലിച്ചോണ്ട് ഓടിയിട്ട് കഴിഞ്ഞോ ഇരിക്കുന്നു നീ വഴിഞ്ഞ് വാ ചിലപ്പോൾ വലുതായിരിക്കും അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കേണ്ടി വരും ചിലപ്പോൾ അങ്ങ് ചേരും കറക്റ്റാണ് താഴെ കിടന്നാൽ ഓ പിന്നെ ചിലരുടെ കമൻ്റ് അടിയുണ്ട് കേട്ടോ ചിലർ കമൻ്റ് ഒന്ന് അടിക്കും പശു കുട്ടിയല്ലേ നിങ്ങൾ എന്തിനങ്ങനെ കെട്ടണം കമൻ്റ് അടിക്കുന്നവരൊന്നും അയച്ചിറക്കും അവിടെ അവിടെ കഴിഞ്ഞ ശരി ഉള്ളു കഴിഞ്ഞടി പെണ്ണേ പുള്ളിക്കാരത്തി ഭയങ്കര ഇറിറ്റേഷനാട്ടോ കണ്ടോ കാരണം ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ എന്തായാലും നമ്മൾ അവക്ക് മൂക്കേറുണ്ടായിരുന്നു കൊണ്ടുവന്നപ്പോൾ നമ്മൾ അഴിച്ചു കളഞ്ഞാണ് നമുക്ക് മൂക്ക് കുത്തുന്നില്ല അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്തുവാ അതുമില്ലേ അല്ലേ അപ്പോൾ ഞങ്ങൾ അവക്കുള്ള വട്ടക്കാരും കൂടെ ഒന്ന് ഉരുക്കിയൊക്കെ ലെവലാക്കട്ടെ അളവെടുക്കണം പെണ്ണ് പ്രായപൂർത്തിയായി ചുരിദാറിന് അളവെടുക്കണം അടങ്ങി നിൽക്കരി അവിടെ ഇങ്ങോട്ട് അളവൊക്കെ എടുക്കരുത് ഇങ്ങനൊരു കെട്ട് പെണ്ണേ ആ കത്തി അങ്ങ് മാറ്റണം ഇങ്ങനെ കെട്ട് ഇത്ര ലൂസ് മതി കത്തിയൊന്നും കുഴപ്പമില്ല
നമുക്ക് അളവെടുത്താൽ എളുപ്പമുണ്ട്. കെട്ടി അളവെടുത്തുള്ള ഗുണം അതാണ്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഉരുക്കിയെടുക്കണം. ഇന്ത്യ ലൈറ്റ് ആദ്യം ലൈറ്റ് എന്ത് ചെയ്താൽ ഒരു കളഞ്ഞു ലൈറ്റ് ആ പോച്ചയുടെ ഇവിടെ നോക്ക്. ഇതൊന്നുമില്ല. തിരുതാണി കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കൊച്ചു കയറെടുത്ത്, കാരണം കൊച്ചു മോഹമല്ലേ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കൊച്ചു കയറെടുത്തിട്ട് അതിനനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് തിരുതാണി അഡ്ജസ്റ്റ് ചെയ്യാം. അതാകുമ്പോൾ വലിയ കുഴപ്പമില്ല. വലിയ കുട്ടിയാണ് കേട്ടോ, പക്ഷേ ഇതുവരെയും പാലുടി മാറിയിട്ടില്ല. ആ തള്ളക്ക് എങ്ങും നിൽക്കണ്ട, കുരുത്തക്കേടാ. എന്തിനാണ് തിരുതാണി ഇടുന്നത് അറിയാമോ? പശു കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കറങ്ങിയാലും, എനിക്കറിയാം, ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അറിയത്തില്ലെങ്കിൽ, കറങ്ങിയാലും ഈ കയറ് കിടന്ന് കൊടുമ്പിരി കൊള്ളത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലായോ? പിന്നെ അത് 2 ദിവസത്തേക്ക് ഇച്ചിരി അഹങ്കാരം കാണും. അയ്യടാ, സത്യം പറയും, നാടൻ പശുക്കളുടെ സ്വഭാവം കണ്ട ഇതൊക്കെയാണ്. അഹങ്കാരം കണ്ട ഇതൊക്കെ ഭയങ്കര കുരുട്ട് സാധനങ്ങളാണ്. കുരുട്ടും കുരുത്തക്കേടിൻ്റെ ഉത്സാഹമാണ്. ഈ നീളമുള്ള കയറാകുമ്പോൾ ഇവിടെ അയ്യത്തുകൊണ്ട് നീട്ടിക്കെട്ടാം, അതാണ് ഉദ്ദേശം. ഓക്കെ, അപ്പം ഇന്നത്തെ ഞങ്ങളുടെ കല്യാണ പരിപാടി ഇവിടെ കഴിഞ്ഞു. കാണുന്നവർക്ക് ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷെ നാടൻ പശുക്കളുടെ ദേഷ്യവും അതുകൊണ്ട് ഇവർക്കൊരു പ്രത്യേകം പറയും, ഇവർക്ക് പെട്ടെന്ന് കാരണം ആ ഒരു വിരക്കത്തി എന്നെ എനിക്ക് ഇടിയൊന്നും കൊള്ളത്തില്ലെങ്കിലും അവരെന്നെ ഇടിക്കത്തില്ല. പക്ഷേ എന്താ പറയുക, നമ്മുടെ പുറത്തോട്ട് കഴിഞ്ഞ് വരും. നോക്കളെ ജോലി ദേഷ്യക്കാരി അപ്പോൾ ദേഷ്യക്കുക. ഞാനങ്ങ് മാറട്ടെ. ദേഷ്യക്കാരിയെ 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 എൻ്റെ ഒരു പിന്നേറ്റ് വാടി പോട്ട് ഒന്നുമില്ലെന്ന്. അപ്പം മച്ചാമാരെ, നിങ്ങളുടെ വീട്ടിലും പശുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വയസ്സാവാറായി. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ശീലിപ്പിക്കുക നല്ലതാണ്. കാരണം നമ്മുടെ കയ്യിലാണ് പശു എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയായാലും പിടിച്ചു നിർത്താൻ പറ്റും. പക്ഷേ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ നമ്മുടെ പ്രസൻസ് ഇല്ലാത്തപ്പം പശുക്കളെ നോക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കെട്ടിക്കൊടുക്കുക. ഇപ്പോൾ അവർക്ക് ശീലമുണ്ട്, ഇവർക്ക് ആദ്യമായിട്ടാണ്, അങ്ങ് മാറിക്കോളും കേട്ടോ. മൂക്കൊന്നും കുത്തുന്നില്ലല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്താൽ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടോ, നല്ല പിടുത്തമായിരിക്കും. ഇവർക്ക് എത്ര കിടന്ന് ഇതായത് നമുക്ക് ഇറങ്ങിക്കോളും, കൊടുമ്പിരി കൊള്ളത്തില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ബട്ടൺ അലൗ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഇല്ലേ ഇങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ തരും. അപ്പം മറ്റൊരു വിശേഷവുമായി മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.